Morning, dear students. Today we are going to study the topics about contingency theory of leadership. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീഡർഷിപ്പ് തിയറീസിൻ്റെ രണ്ട് മോഡൽസുകൾ പഠിച്ചിരുന്നു. ട്രയറ്റ് തിയറി ആൻഡ് ബിഹേവിയറൽ തിയറി. നമുക്ക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ തന്നെ ലീഡർഷിപ്പ് തിയറിയിൽ തന്നെ പഠിക്കാനുള്ള മറ്റൊരു മോഡലാണ് കോണ്ടിജൻസി തിയറി ഓഫ് ലീഡർഷിപ്പ്. കോണ്ടിജൻസി തിയറി ഓഫ് ലീഡർഷിപ്പിൽ 4 ലീഡർഷിപ്പ് സ്റ്റൈലുകൾ പറയുന്നുണ്ട്. അതിൽ ഫിഡ്ലർ മോഡൽ തിയറി ഓഫ് ലീഡർഷിപ്പ്, ഹാൾസി ബ്ലങ്കാർഡ് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറി, ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ തിയറി ആൻഡ് പാത്ത് ഗോൾ തിയറി മോഡൽ. ഇത്രയും തിയറീസുകളാണ് കോണ്ടിജൻസി തിയറിയിൽ വരുന്നത്. ലീഡർഷിപ്പിൻ്റെ മോഡൽസുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 3 മോഡലുകളെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാത്ത് ഗോൾ മോഡൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണത് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫിഡ്ലർ മോഡൽ തിയറി ഓഫ് ലീഡർഷിപ്പ്, ദെൻ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറി പ്രൊപ്പോസ്ഡ് ബൈ ദി ഹാൽസി ആൻഡ് ബ്ലങ്കാർഡ് മോഡൽ, ലീഡർഷിപ്പ് പാർട്ടിസിപ്പേഷൻ മോഡൽ. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം എന്താണ് കോണ്ടിജൻസി തിയറി എന്നുള്ളത് നോക്കാം. കോണ്ടിജൻസി തിയറി പ്രകാരം ഒരു ലീഡർഷിപ്പിനെ കുറിച്ച് അവരുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ബിഹേവിയറൽ തിയറിയും അതുപോലെ തന്നെ ട്രയറ്റ് തിയറി ഓഫ് ലീഡർഷിപ്പാണ്. അതായത് ബിഹേവിയറൽ തിയറിയിൽ പറയുന്നത് ആ ഓരോ സിറ്റുവേഷനിലും പ്രൊപ്പോസ് ചെയ്യുന്ന ഫോളോവേഴ്സിൻ്റെ ബിഹേവിയറിൻ്റെ ബേസിലാണ് ലീഡർഷിപ്പിനെ അല്ലെങ്കിൽ ലീഡേഴ്സ് എന്ത് ചെയ്യേണ്ടത്, ആക്ട് ചെയ്യേണ്ടത്. ട്രയറ്റ് തിയറിയിൽ പറയുന്നത് ട്രയറ്റ് തിയറി പ്രകാരം ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലീഡർക്ക് ചില ക്വാളിറ്റീസുകളുണ്ട്, ട്രയറ്റ്സുകളുണ്ട്. ആ ട്രയറ്റ്സ് വെച്ചുകൊണ്ടാണ് അവർ നല്ലൊരു ക്വാളിറ്റേറ്റീവായിട്ടുള്ള ലീഡേഴ്സായി മാറുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കോണ്ടിജൻസി തിയറിയിൽ പറഞ്ഞത് അതല്ല. ഒരു ഇഫക്റ്റീവായിട്ടുള്ള ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ട്രയറ്റ്സോ ബിഹേവിയറോ അല്ല. അതേസമയം he should have an understanding of the situation in which the leader is attempting to lead, that is well of the leadership. ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ആക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നൊരു ടോപ്പിക്കാണ് കോണ്ടിജൻസി തിയറി. ഫസ്റ്റ് വൺ, ദിസ് തിയറി പ്രൊപ്പോസസ് ദാറ്റ് നോ വൺ വേ ഓർ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് മേ ബി ആപ്ലിക്കബിൾ ടു ഓൾ സിറ്റുവേഷൻ. അതായത് നമുക്ക് ബിഹേവിയർ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു ലീഡറുടെ ക്വാളിറ്റി നോക്കിക്കൊണ്ടോ എല്ലാ സിറ്റുവേഷനിലും എല്ലാ ഓർഗനൈസേഷനിലും എല്ലാ വർക്കേഴ്സിനിടയിലും ഒരേ തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈല് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഓരോ പെർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ടാണ് ആ സിറ്റുവേഷൻ്റെ ബേസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ലീഡർ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ദാറ്റ് ഈസ് it recognizes that there might be variable influencing any particular situation and a leader must choose the right course of action taking into account these variable. ഓരോ സിറ്റുവേഷനിലും ഓരോ സപ്പോർട്ടീവ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ലോ മെച്ചോർഡായിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം, ഹൈ മെച്ചോർഡായിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ടായിരിക്കാം, ഹൈ കോൺഫിഡൻസ് ഉള്ള ആളുകളുണ്ടായിരിക്കാം. അവരെല്ലാവരും എല്ലാ സപ്പോർട്ടീവ്സുകളും സെയിം ക്യാരക്ടറോ സെയിം പെർട്ടിക്കുലർ ആയിട്ടുള്ള ആക്ട് ചെയ്യാൻ ക്വാളിറ്റി ഉള്ള ആളുകളോ ആവണമെന്നില്ല. അപ്പോൾ ഓരോ സിറ്റുവേഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾ എന്താണോ അതിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ ഏത് ടൈപ്പിലുള്ള ലീഡർ ആവണം എന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടത്. The best leader have not only the right trait but also the ability to assess the needs of their followers, analyze the situation at hand and act accordingly. ഒരു നല്ലൊരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ക്വാളിറ്റീസുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ആ ക്വാളിറ്റീസുകൾ ഉണ്ടെങ്കിൽ അത് മാത്രം ലീഡർക്കുണ്ടാവുള്ളൂ, പക്ഷെ അത് ഫോളോവേഴ്സിന് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നല്ലൊരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി മാത്രം ഉണ്ടായത് കൊണ്ടായില്ല. ഫോളോവേഴ്സിൻ്റെ നീഡ്സ്, അവർക്ക് എന്താണോ റിക്വയർഡ് ആയിട്ടുള്ളത് വേണ്ടത്, അവരുടെ ആ ടാസ്ക് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യാൻ, ആ വർക്കിനെ ഫുൾഫിൽ ചെയ്യാൻ അവർക്ക് വേണ്ട നീഡ്സുകൾ അത് മനസ്സിൽ
മനസ്സിലാക്കി അതിനുള്ളൊരു എബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ടാസ്ക് പെർഫോം ചെയ്യാനുള്ളൊരു ഇൻഡ്യൂസിങ് നൽകുക. അങ്ങനെ ആ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് സപ്പോർട്ടീവ്സിനെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബെസ്റ്റ് ലീഡറായി മാറാനായിട്ട് കഴിയുള്ളൂ. ദാറ്റ് ഈസ് ദ കോണ്ടിജൻസി തിയറി. ദാറ്റ് ഈസ് being an effective leader requires not only understanding of traits and behavior but an understanding of the situation in which the leader is attempting to lead as well. നല്ലൊരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ ബേസ് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അയാൾക്ക് നല്ല ലീഡർ ആവാനായിട്ട് പറ്റുള്ളൂ. അയാൾക്ക് എത്ര ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും ആ ക്വാളിറ്റികളെല്ലാം എല്ലാ സിറ്റുവേഷൻസുകളിലും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള തിയറീസുകളാണ് കോണ്ടിജൻസി തിയറി എന്ന് പറയുന്നത്. അനദർ വൺ മേജർ കോണ്ടിജൻസി തിയറീസുകളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഫസ്റ്റ് വൺ ഫിഡ്ലർ മോഡൽ, ഹേഴ്സി ബ്ലങ്ങാർഡ് സിറ്റുവേഷൻ ലീഡർഷിപ്പ് മോഡൽ, ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ ആൻഡ് പാത്ത് ഗോൾ തിയറി ഓഫ് ലീഡർഷിപ്പ്. അതായത് സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് ഓരോ ലീഡർഷിപ്പ് സ്റ്റൈലുകളും ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ് ഈ കോണ്ടിജൻസി തിയറിയിൽ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് കോണ്ടിജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് സിറ്റുവേഷനിൽ ഓരോ ഭാവിയിലും നമുക്ക് ഫ്യൂച്ചറിൽ എന്തും സംഭവിക്കാം സംഭവിക്കാതിരിക്കാം. അപ്പോൾ ഒരു കോണ്ടിജൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള തിയറീസുകളാണ് ഈ 4 തിയറി. ഫിഡ്ലർ മോഡൽ, ഹാൽസി ബംഗാർഡ് സിറ്റുവേഷൻ ലീഡർഷിപ്പ്, ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ ആൻഡ് പാത്ത് ഗോൾ തിയറി ഓഫ് ലീഡർഷിപ്പ്. ഇതിൽ നമുക്ക് 3 തിയറീസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. പാത്ത് ഗോൾ തിയറി ഓഫ് ലീഡർഷിപ്പ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ ഫിഡ്ലർ മോഡൽ തിയറി. ഫിഡ്ലേഴ്സ് കോണ്ടിജൻസി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെഡ് ഫിഡ്ലർ എന്ന് പറയുന്ന ഒരാളാണ് അതിനെന്ത് ചെയ്തിട്ടുള്ളത്, ആ മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കോണ്ടിജൻസി തിയറിയിൽ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലീഡേഴ്സിൻ്റെ സ്റ്റൈലാണ്, അല്ലെങ്കിൽ സിറ്റുവേഷണലായിട്ടുള്ള വേരിയബിൾസുകളാണ്. അതായത് ഫോളോവേഴ്സിനോട് അയാൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, ഇൻട്രാക്ട് ചെയ്യുന്നത്, അതുപോലെ ഇരിക്കും ആ ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റൈൽ ആൻഡ് സിറ്റുവേഷനാണ്. ആ ലീഡർഷിപ്പും സ്റ്റൈലും സിറ്റുവേഷൻ്റെയും ഒരു ഇൻ്റഗ്രേഷനാണ് ലീഡർഷിപ്പ് എന്നുള്ളതാണ് ഫിഡ്ലർ കോണ്ടിജൻസി തിയറിയിൽ പറയുന്നത്. അപ്പോൾ നോക്കാം ഫിഡ്ലർ കോണ്ടിജൻസി തിയറിയുടെ അതിൻ്റെ ഒരു തിയററ്റിക്കൽ പാർട്ട് നമുക്ക് മനസ്സിലാകാനായിട്ട്. ഫിഡ്ലർ കോണ്ടിജൻസി തിയറി മോഡൽ ഈസ് കംപ്രൈസ്ഡ് ഓഫ് 3 elements, namely leadership style, situational variables and the relationship between style and the situation. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. The model was based on the premises that certain leadership style would be most effective in different types of situation. അതുപോലെ തന്നെ സിറ്റുവേഷണൽ വേരിയബിൾസുകളും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റൈൽ ആൻഡ് സിറ്റുവേഷനും ഇതൊക്കെ നോക്കിയിട്ടാണ് ബെസ്റ്റ് ലീഡർ എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നിനെയും ഓരോ എലമെൻറ്റിനെയും അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാവണം. അതായത് ഫിഡ്ലർ മോഡലിൽ പറയുന്ന ലീഡർഷിപ്പിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ളത്, അങ്ങനെ ആ ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു ലീഡറാകാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ലീഡർ ആകാനുള്ള ക്വാളിറ്റിയെ അസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാം വാട്ട് യു മീൻ ബൈ ലീഡർഷിപ്പ് സ്റ്റൈൽ. അക്കോർഡിംഗ് ടു ഫിഡ്ലർ ദ ലീഡർഷിപ്പ് സ്റ്റൈൽ ഡിപ്പെൻഡ്സ് ഓൺ 2 dimensions. 2 മേഖലകളിൽ നോക്കിക്കൊണ്ടാണ് ഫിഡ്ലർ തിയറിയിൽ ലീഡർഷിപ്പ് സ്റ്റൈലിനെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ടാസ്ക് ഓറിയൻറ്റഡ് ആൻഡ് നമ്പർ 2 പറയുന്നത് ഹ്യൂമൻ റിലേറ്റഡ് ഓറിയൻറ്റഡ്. എന്തായിരിക്കും ടാസ്ക് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടാസ്ക് ആയിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പെർഫോമൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലേ? നമ്മൾ എന്താണോ വർക്ക് ചെയ്യാനുള്ളത് ആ വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ടാസ്ക് ഓറിയൻറ്റഡ്. ദാറ്റ് ഈസ് ദ ലീഡർ ഈസ് പ്രൈമർലി കൺസേൺ വിത്ത് ദ ടാസ്ക് പെർഫോമൻസ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ടാസ്ക് ഗോൾ.
ടാസ്ക് ഓറിയൻറ്റഡിൽ എപ്പോഴും ലീഡർ എന്ന് പറയുന്ന ആൾ ടാസ്കിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ടാസ്ക് എങ്ങനെ അച്ചീവ് ചെയ്യും, ആ ടാസ്കിൻ്റെ ഗോൾ എങ്ങനെ അക്കംപ്ലിഷ് ചെയ്യാം, അതിനാണ് ആ ലീഡർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹി ഗെറ്റ് സാറ്റിസ്ഫൈഡ് വിത്ത് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ടാസ്ക് പെർഫോമൻസ്. ടാസ്ക് ഓറിയൻറ്റഡിൽ ലീഡറിന് എപ്പോഴും ടാസ്ക് എത്രമാത്രം പെർഫോം നന്നായി ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അയാൾക്ക് എന്തുണ്ടായിരിക്കുക, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കുക. പക്ഷെ അതേസമയം ഹ്യൂമൻ റിലേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാനേജർ ഈസ് കൺസേൺഡ് വിത്ത് ഹ്യൂമൻ റിലേഷൻ ലേ മോർ എംഫസൈസ് ഓൺ ഡെവലപ്പിംഗ് ദ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് സബോർഡിനേറ്റ്സ്. ഹ്യൂമൻ റിലേഷനിൽ നമ്മുടെ സബോർഡിനേറ്റ്സുമായിട്ട് എത്രമാത്രം ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടോ അതിനനുസരിച്ച് കൊണ്ടാണ് നല്ലൊരു ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഹ്യൂമൻ റിലേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലീഡർക്ക് ആരാവാം, നല്ലൊരു ലീഡറാവാം. അതേസമയം ടാസ്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ടാസ്കിൻ്റെ ബേസിൽ നല്ലൊരു ലീഡറാവാം എന്നുള്ളതാണ് ഈ രണ്ട് ലീഡർഷിപ്പ് സ്റ്റൈൽ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിഡ്ലർ രണ്ട് ഡയമെൻഷനിലാണ് നല്ലൊരു ലീഡർ എന്നുള്ളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ടാസ്ക് ഓറിയൻറ്റഡ് ബേസിലും ഹ്യൂമൻ റിലേഷൻ ബേസിലും. അനദർ വൺ പറയുന്നത്, ഇപ്പോൾ ഈ ഫിഡ്ലർ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് എങ്ങനെയുണ്ട് എന്നുള്ളത് ഈ പറയുന്ന സബോർഡിനേറ്റ്സിനിടയിൽ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. അപ്പോൾ അസസ് ചെയ്യാനായിട്ട് ഫിഡ്ലർ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഒരു മോഡലിനെ കുറിച്ചിട്ടാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഫിഡ്ലർ ഡെവലപ്ഡ് ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ സ്കെയിൽ, ദാറ്റ് ഈസ് ദ LPC, ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ സ്കെയിൽ, wherein the leaders are asked to rate the person on a scale ranging from the lowest to highest on several parameters to identify the worker with whom they least to work. അതായത് ഈ ഫിഡ്ലർ നല്ല ലീഡറിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക, അപ്പോൾ അതിനെ മെഷർ ചെയ്യാനായിട്ട് ഒരു റേറ്റിംഗ് സ്കെയില് ആൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ റേറ്റിംഗ് സ്കെയിലിൻ്റെ പേരാണ് ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ റേറ്റിംഗ് സ്കെയിൽ. ആ റേറ്റിംഗ് സ്കെയിൽ പ്രകാരം ഈ സബോർഡിനേറ്റ്സിനോട് ചില ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസുകൾ ഒരു 18 പെയേഴ്സ് കോൺട്രാസ്റ്റിംഗ് അഡ്ജക്റ്റീവ്സുകൾ വെച്ചുകൊണ്ടാണ് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുക. അപ്പോൾ അതിൽ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസുകൾക്കും സബോർഡിനേറ്റ്സ് ആൻസർ പറയുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് കൊണ്ടാണ് ബെസ്റ്റ് ലീഡറാണോ വേസ്റ്റ് ലീഡറാണോ എന്നുള്ളത് മനസ്സിലാകാനായിട്ട് കഴിയുക. അപ്പോൾ അതിൽ LPC, അതായത് ഫിഡ്ലർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലീസ്റ്റ് പ്രിഫേർഡ് സ്കെയിൽ വെച്ചുകൊണ്ട് ചില ഫീച്ചേഴ്സിൻ്റെ ബേസിലാണ് അതിനെ മെഷർ ചെയ്യുക. അപ്പോൾ അത് അഡ്ജക്റ്റീവ്സുകളാണ്, കോൺട്രാസ്റ്റിംഗ് അഡ്ജക്റ്റീവ്സുകളാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ലീഡറിൻ്റെ അണ്ടറിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതിൽ സന്തോഷമുണ്ടോ ഇല്ലയോ, അപ്പോൾ പ്ലസൻ്റ് ആണോ അൺപ്ലസൻ്റ് ആണോ, ലീഡർ നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ടാണോ അൺഫ്രണ്ട്ലി ആണോ. അപ്പോൾ ഈ സബോർഡിനേറ്റ്സിന് പ്ലസൻ്റ് ആണെങ്കിൽ പ്ലസൻ്റ്, അൺപ്ലസൻ്റ് ആണെങ്കിൽ അൺപ്ലസൻ്റ്, ഫ്രണ്ട്ലി ആണെങ്കിൽ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ ലീഡർ അൺഫ്രണ്ട്ലി ആണെങ്കിൽ അൺഫ്രണ്ട്ലി, ഇങ്ങനെയുള്ള ഓരോ ഫീച്ചറിനെയും അവർക്ക് എന്ത് ചെയ്യാം, അതിൽ റേറ്റ് ചെയ്യാം. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. 18ഓളം പെയേഴ്സിലാണ് ക്വസ്റ്റ്യനെയറുകൾ എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. ഈ തയ്യാറാക്കിയ ക്വസ്റ്റ്യനെയർ സബോർഡിനേറ്റ്സിൻ്റെ ഇടയിൽ കൊടുത്തു കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സ് ഇതിനെ റേറ്റിംഗ് ചെയ്യും. അങ്ങനെ റേറ്റിംഗ് ചെയ്ത ആ ബേസ് വെച്ചുകൊണ്ട് ബെസ്റ്റ് ലീഡറാണോ അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ലീഡറാണോ എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ സെർട്ടൻ പാരാമീറ്റേഴ്സുകളുടെ എക്സാമ്പിൾസുകളാണ് നമ്മളിവിടെ പറയുന്നത്. പ്ലസൻറ്റ് അൺപ്ലസൻറ്റ്, കോൾഡ് വാം, ബോറിംഗ് അൺബോറിംഗ്, ഫ്രണ്ട്ലി അൺഫ്രണ്ട്ലി, ടെൻസ് റിലാക്സ്ഡ്, സപ്പോർട്ടീവ് ഹോസ്റ്റൈൽ, കോപ്പറേറ്റീവ് അൺകോപ്പറേറ്റീവ്, കോറൽസം ആൻഡ് ഹാർമോണിയസ്. അതായത് സബോർഡിനേറ്റ്സിന് ഈ ലീഡറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഹ്യൂമൻ റിലേഷനാണോ ടാസ്ക് ബേസ്ഡ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആൻസർ ചെയ്യാനായിട്ട് ഒരു റേറ്റിംഗ് സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ആ റേറ്റിംഗ് സ്കെയിലിൽ
കൊടുക്കുന്ന റേറ്റുകളാണ് നമുക്കിവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ റേറ്റ് വെച്ചുകൊണ്ട് നല്ല ലീഡറാണോ ലോ ക്വാളിറ്റി ലീഡറാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാകാം, അതാണ് പറയുന്നത്. The leader with high LPC score are said to be relationship oriented. അതായത് നമുക്ക് നേരത്തെ തന്നിട്ടുള്ള ഈ റേറ്റിംഗ് വെച്ചുകൊണ്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ LPC സ്കോർ, എന്താ LPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ എന്ന് പറയുന്നതിൻ്റെ റേറ്റ് വെക്കുന്നതാണ്. അതിൽ ഹൈ ആയിട്ടുള്ള സ്കോർ വന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലീഡറായിരിക്കും. ലോ ആയിട്ടുള്ള സ്കോർ ആണെന്നുണ്ടെങ്കിൽ ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലീഡറായിട്ടാണ് മനസ്സിലാകാനായിട്ട് പറ്റുക. അപ്പോൾ ടാസ്ക് ഓറിയൻറ്റഡിനെയും റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡിനെയും മനസ്സിലാകാനായിട്ട് ഫെഡലർ പ്രൊപ്പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈല്, ലീഡർഷിപ്പ് സ്റ്റൈല് മെഷർ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റേറ്റിംഗ് സ്കെയിലാണ് ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ സ്റ്റൈൽ. അത് വെച്ചുകൊണ്ട് മെഷർ ചെയ്യുമ്പോൾ ലീസ്റ്റ് പ്രിഫേർഡ് ആണോ ഹൈ പ്രിഫേർഡ് ആണോ എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ മെഷർമെൻറ്റ് ഇത്രയാണ്. ഹൈ LPC സ്കോറാണ് വരുന്നതെങ്കിൽ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആണ്, അതായത് വർക്കേഴ്സുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവായിട്ടുള്ള ലീഡറാണ്. ലോ LPC ആണെന്നുണ്ടെങ്കിൽ വർക്കേഴ്സിന് ഒരു തരത്തിലും ഇമ്പോർട്ടൻസ് ഇല്ല. അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദ ലീഡർ ഗെറ്റ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദി ടാസ്ക് പെർഫോമൻസ്. ആൾക്ക് ടാസ്ക് കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്ന ടാർജറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഹ്യൂമൻ റിലേഷൻ എന്തുണ്ടാവില്ല, ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ ലീഡർഷിപ്പ് സ്റ്റൈൽ വെച്ചുകൊണ്ട് ടാസ്ക് ഓറിയൻറ്റഡും റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫെഡലർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു ലീഡർഷിപ്പ് സ്റ്റൈൽ മാത്രമല്ല മറ്റൊരെണ്ണം കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നല്ലൊരു ലീഡറാണോ എന്നുള്ളത് പറയാം. അതിന് പറയുന്നതാണ് സിറ്റുവേഷണൽ വേരിയബിൾ. സിറ്റുവേഷണൽ വേരിയബിളിൽ പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് സെവറൽ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ലീഡർഷിപ്പ് സ്റ്റൈൽ. നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഒരു ലീഡറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ സബോർഡിനേറ്റ്സിനോട് എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത്, അതിൽ നല്ലൊരു ലീഡറാണോ എന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് അവിടുത്തെ സിറ്റുവേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ ഏതൊക്കെ തരത്തിൽ നമുക്ക് ലീഡറിനെ സെലക്ട് ചെയ്യാനായിട്ട് മെഷർ ചെയ്യാമെന്ന് പറയുന്നതിന് 3 ഡയമെൻഷൻസുകളാണ് ഫിഡ്ലർ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ലീഡേഴ്സ് പൊസിഷൻ പവറാണ്. നമ്പർ 2 ടാസ്ക് സ്ട്രക്ചറാണ്. നമ്പർ 3 ലീഡർ മെമ്പർ റിലേഷൻഷിപ്പിനാണ്. എന്തൊക്കെയാണ് ഇത് എന്നുള്ളത് നമുക്ക് പറയാം. ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ വളരെ കുറവാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ എല്ലാം കൂടെ ഒരു സമ്മറിയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഫിഡ്ലർ മോഡലിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലാകാനായിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. എന്താ ലീഡർ പൊസിഷൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീഡർ പൊസിഷൻ പവറിൽ ദ എലമെൻറ്റ് ഈസ് കൺസേൺ വിത്ത് ദ പവർ ഓഫ് അതോറിറ്റി എ ലീഡർ ഡിറൈവ്സ് ഫ്രം പൊസിഷൻ ഹെൽഡ് ബൈ ദം. അതായത് ഒരു ലീഡർക്ക് എത്രമാത്രം പൊസിഷനുണ്ടോ അല്ലെങ്കിൽ അതൊരു അതോറിറ്റേറ്റഡ് ആയിട്ടുള്ള പവർ ഈ സബോർഡിനേറ്റ്സിനിടയിലുണ്ടോ അത് വെച്ചുകൊണ്ട് നല്ലൊരു ലീഡറാണെന്നുള്ളത് പറയാനായിട്ട് പറ്റും. പക്ഷേ ആ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ഈ സബോർഡിനേറ്റ്സിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അയാൾക്ക് നല്ലൊരു പവർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലീഡർക്കൊരു പവർ ഉണ്ട്. കാരണം സബോർഡിനേറ്റ്സിനിടയിൽ സബോർഡിനേറ്റ്സിനെ ലീഡ് ചെയ്യുന്ന തൻ്റെ ഫോളോവേഴ്സിന് ടാസ്ക് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ വർക്ക് പെർഫോം ചെയ്യാൻ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗോളിലേക്ക് എത്തിക്കാനുള്ള ഒരാളാണ് ലീഡർ. അപ്പം ലീഡറുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പവറാണ്. പക്ഷേ ആ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പവർ ഒരു ഓട്ടോക്രാറ്റിക് ആകാനായിട്ട് പാടില്ല. അതെങ്ങനെയായിരിക്കണം, ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു പവറിലൂടെ ആയിരിക്കണം സബോർഡിനേറ്റ്സിനെ ലീഡ് ചെയ്യേണ്ടത്. അപ്പം ലീഡറുടെ പൊസിഷൻ്റെ ബേസിലാണ് നല്ലൊരു ലീഡർ എന്നുള്ളത് ലീഡറായിട്ട് ആക്ട് ചെയ്യാം എന്നുള്ളതാണ് ഫിഡ്ലർ പറയുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ്റെ ബേസിലാണ്. ആ സിറ്റുവേഷൻ്റെ ബേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഫോളോവേഴ്സാണോ അതിനനുസരിച്ച് കൊണ്ട് അയാളുടെ പൊസിഷൻ നോക്കിക്കൊണ്ട് എന്ത് ചെയ്തിരിക്കണം, അവരെ ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ടാസ്ക് സ്ട്രക്ചറാണ് പറയുന്നത്. ടാസ്ക് സ്ട്രക്ചറിൽ നമുക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടാസ്കിനെ കുറിച്ചുള്ള ഫുൾ ഡയറക്ഷൻസുകൾ അല്ലെങ്കിൽ ആ ടാസ്കിൻ്റെ സ്ട്രക്ചർ വളരെ കൃത്യമായിട്ട് സബോർഡിനേറ്റ്സിനിടയിൽ കൺവേ ചെയ്യാനായിട്ട് പറ്റണം. ക്ലിയർ ആയിട്ട് അത് ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിയണം. ദാറ്റ് ഈസ് ദ ടാസ്ക് സ്ട്രക്ചർ.
Task structure means the extent to which the task requirement are clearly defined in terms of task goals, process and relationship with other task. ഒരുപാട് ടാസ്കുകൾ ഫേമിൽ ഓർഗനൈസേഷനിൽ ചെയ്യാനുണ്ടായിരിക്കും. പക്ഷെ സബോർഡിനേറ്റ്സ് ഇപ്പോൾ ചെയ്യേണ്ട ടാസ്ക് എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സുകളെല്ലാം അയാൾക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നല്ലൊരു ലീഡറായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ടാസ്കിനെ, സ്ട്രക്ചറിനെ വെൽ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ വെൽ ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സബോർഡിനേറ്റ്സിനെ നന്നായി ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സബോർഡിനേറ്റ്സിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അവർ അൺക്ലിയറാണ്, ടാസ്ക് എന്ത് ചെയ്യണം എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെയുള്ള ഒരു ലീഡറാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു സബോർഡിനേറ്റ്സിനിടയിലാണ് ലീഡറായിട്ട് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ഡയറക്റ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ അത്രമാത്രം പോസിബിൾ ആവില്ല. കാരണം സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഐഡിയ പറഞ്ഞു കൊടുക്കേണ്ടത്, അത് ക്ലിയർ ആയിട്ട് ഡെഫൈൻ ചെയ്യേണ്ടത് അയാൾ ലീഡർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ആ ടാസ്കിനെ അക്കംപ്ലിഷ് ചെയ്യേണ്ട ആളായതുകൊണ്ട് ടാസ്ക് സ്ട്രക്ചർ എന്തായിരിക്കണം, ഡിഫൈൻ ചെയ്തിരിക്കണം. അതാണ് നല്ലൊരു ലീഡർ ആയിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്, സിറ്റുവേഷൻ്റെ ബേസിൽ പറയുന്നത്. നമ്പർ 3 ലീഡർ മെമ്പർ റിലേഷൻഷിപ്പാണ്. ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ്, അതായത് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദിസ് ഡയമെൻഷൻ ടോക്സ് അബൌട്ട് ദി ഡിഗ്രി ടു വിച്ച് ദ മെമ്പേഴ്സ് ഹാവ് ട്രസ്റ്റ്, കോൺഫിഡൻസ് ആൻഡ് ഫെയ്ത്ത് ഇൻ ദയർ ലീഡർ ഓർ മാനേജർ. ഇവിടെ സബോർഡിനേറ്റ്സിനിടയിൽ ലീഡറെ കുറിച്ച് നല്ലൊരു മതിപ്പായിരിക്കണം, നല്ലൊരു ഇംപ്രഷൻ ആയിരിക്കണം. എങ്ങനെയുള്ള ഇംപ്രഷൻ ആയിരിക്കണം? ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, നല്ലൊരു ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. അതായത് വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു വ്യക്തിയാണ് തങ്ങളുടെ ലീഡർ എന്ന് പറയുന്ന ഒരു ഇംപ്രഷൻ സബോർഡിനേറ്റ്സിനിടയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഏത് തലത്തിലായി കഴിഞ്ഞാലും സബോർഡിനേറ്റ്സിനെ അവർ സപ്പോർട്ട് ചെയ്യും, അവരെ മോട്ടിവേറ്റ് ചെയ്യും, എല്ലാ രീതിയിലും ആ ടാസ്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഇൻഡ്യൂസിങ് ഉണ്ടായിരിക്കും, മോട്ടിവേഷൻ ഉണ്ടായിരിക്കും, നല്ല പെർഫോമൻസിന് റിവാർഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നൊരു ലീഡറാണ് എന്ന് മനസ്സിലാകുമ്പോൾ നല്ലൊരു ലീഡറായിട്ടായിരിക്കും ഈ സബോർഡിനേറ്റ്സ് അയാൾ എന്ത് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 സിറ്റുവേഷൻ്റെ ബേസിലാണ് ഫിഡ്ലറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നല്ലൊരു ലീഡർ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ടാസ്ക് ഓറിയൻറ്റഡും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ റിലേഷൻ ഓറിയൻറ്റഡിൻ്റെ ബേസിൽ നോക്കാം നല്ലൊരു ലീഡറാണോ എന്നുള്ളത്. സിറ്റുവേഷണൽ ബേസിലായി കഴിഞ്ഞാലും നല്ലൊരു ലീഡറെ എന്ത് ചെയ്യാം, ലീഡറായിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ സിറ്റുവേഷൻസിനെ നന്നായി മനസ്സിലാക്കണം, ലീഡറുടെ പൊസിഷൻ നോക്കിക്കൊണ്ട്, ടാസ്ക് സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട്, ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, നല്ല ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള, അട്രാക്റ്റീവായിട്ടുള്ള, കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു ലീഡറാണെന്നുള്ളത് സബോർഡിനേറ്റ്സിനിടയിൽ ഒരു ഇംപ്രഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ലീഡർ ആവാം എന്നുള്ളതാണ് സിറ്റുവേഷണൽ വേരിയബിൾസിൻ്റെ ബേസിൽ ഫിഡ്ലർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അനദർ വൺ പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റൈൽ ആൻഡ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ ലീഡർഷിപ്പ് സ്റ്റൈല്, നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഇതാണ് പറഞ്ഞത് ലീഡർഷിപ്പ് സ്റ്റൈലിൽ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് വൺ പറഞ്ഞിട്ടുള്ളത് പാർട്ടിസിപ്പേഷനാണ്. തേർഡ് വൺ പറയുന്നതാണ്, അതായത് സിറ്റുവേഷണൽ വേരിയബിൾ ആണ്. തേർഡ് വൺ പറയുന്നതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റൈൽ ആൻഡ് സിറ്റുവേഷൻ. സ്റ്റൈൽ ആൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റൈൽ ഉണ്ടായതുകൊണ്ടും, അതായത് നല്ല ലീഡർ ആകാനുള്ള സ്റ്റൈൽ ഉണ്ടായതുകൊണ്ടോ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ടോ മാത്രം പറ്റില്ല. അതായത് രണ്ടിൻ്റെയും ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ആരാകേണ്ടത്, ലീഡർ ആവേണ്ടത്. ഫസ്റ്റ് വൺ പറയുന്നത് ദിസ് ഈസ് ദ ലാസ്റ്റ് എലമെൻറ്റ് ഓഫ് ഫിഡ്ലർ കോണ്ടിജൻസി മോഡൽ വേർ ഇൻ ഹി ടോക്സ് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ സിറ്റുവേഷൻ ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽ. According to him, the leadership effectiveness depends on the situation as one style favoring one situation may not necessarily be appropriate in another situation.
അപ്പോൾ ലീഡർഷിപ്പിനെ സ്റ്റൈലും മാത്രമല്ല, അല്ലെങ്കിൽ ആ സിറ്റുവേഷണൽ വേരിയബിളിൻ്റെ ഒരെണ്ണം മാത്രമല്ല, രണ്ടിൻ്റെയും റിലേഷനാണ് നല്ലൊരു ലീഡർ എന്നുള്ളതാണ് പറയുന്നത്. അതായത് നല്ലൊരു ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ അത് എല്ലാ ഫേമുകളിലും ഫോളോ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ബേസിനെ മനസ്സിലാക്കുന്ന ഒരു ഫേമാണ് ഒരു ലീഡറാണ് എന്നുണ്ടെങ്കിൽ എല്ലാ സിറ്റുവേഷൻസുകളിലും അത് അപ്രോപ്രിയേറ്റ് ആകണമെന്നില്ല. പക്ഷേ ഫെഡ്ലർ അഭിപ്രായപ്പെടുന്നത് ഈ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, മാറ്റിക്കൊണ്ടിരിക്കണം. അതാണ് പറയുന്നത്, അക്കോർഡിംഗ് ടു ഹിം ദ ലീഡർഷിപ്പ് ഇഫക്റ്റീവ്നെസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. ഈ ലീഡർഷിപ്പ് സ്റ്റൈല് മാത്രം പോരാ, സിറ്റുവേഷൻ വേരിയബിളിനെ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, രണ്ടിൻ്റെയും ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബാലൻസിലായിരിക്കണം ലീഡർ എന്നുള്ളതാണ് മൂന്നാമത്തേത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഈ പറയുന്നത് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇയാളുടെ അഭിപ്രായ പ്രകാരം ലീഡർഷിപ്പ് സ്റ്റൈലും സിറ്റുവേഷണൽ വേരിയബിളും ആൻഡ് ലാസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റൈൽ ആൻഡ് സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫിഡ്ലർ മോഡലാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലീഡർഷിപ്പ് സ്റ്റൈൽ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഹേഴ്സി ബ്ലങ്കാർഡ് മോഡലാണ്. സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറി എന്നതിനെ പറയും, അല്ലെങ്കിൽ ആ തിയറി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഹേഴ്സി ബ്ലങ്കാർഡ് മോഡൽ. ഈ ഹേഴ്സി ബ്ലങ്കാർഡ് മോഡലിൽ പറയുന്നത് നമുക്ക് ഒരു സ്പെഷ്യലിസ്റ്റ് സിറ്റുവേഷനെ തന്നെയാണ്. കോണ്ടിജൻസി തിയറിയിൽ എല്ലാം സിറ്റുവേഷൻ്റെ ബേസിലാണ് പറയുന്നത്. അപ്പോൾ ആ സിറ്റുവേഷണൽ വേരിയബിൾസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ തിയറിയിൽ മെയിനായിട്ടും സ്ട്രെസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്തുകൊണ്ട് പറയുന്നത്. That is, like the contingency theory, the situational theory stresses the importance of the situational variables and doesn't consider anyone's leadership style to be better than the others. ഇവിടെ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറി എന്ന് പറയുമ്പോൾ അത് സിറ്റുവേഷണൽ വേരിയബിൾസിന് മാത്രമാണ് എന്ത് നൽകുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവിടെ ലീഡർ എത്ര ക്വാളിറ്റി ഉള്ള ആളാവട്ടെ, ഏത് സ്റ്റൈലിലുള്ള ലീഡർഷിപ്പ് ഫോളോ ചെയ്യുന്ന ആളാവട്ടെ, അവിടെ ഒന്നും അതിന് ഇമ്പോർട്ടൻസ് ഇല്ല, സിറ്റുവേഷന് മാത്രമാണ് ഇമ്പോർട്ടൻസ്. ദാറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ ദി ഹേഴ്സി ബ്ലങ്കാർഡ് മോഡൽ, ദാറ്റ് ഈസ് ദ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറി. അതിൽ തന്നെ പറയുന്നത് ഈ ഹേഴ്സി ബ്ലങ്കാർഡ് മോഡലിൽ ഈ പറയുന്ന ആളുകൾ ആരായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പോൾ ഹേഴ്സി ആൻഡ് കെൻ ബ്ലങ്കാർഡ് ഡെവലപ്ഡ് ദി ലീഡർഷിപ്പ് തിയറി ദാറ്റ് ഹാസ് ഗെയിൻഡ് സ്ട്രോങ് ഫോളോയിങ് എമംഗ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്. അതായത് ഇവർ രണ്ടുപേരും വലിയൊരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തികളായിരുന്നു. അതിൻ്റെ ഉന്നത തലങ്ങളിലുള്ള അതൊരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പവറുള്ള ആളുകളായിരുന്നു. അവരുടെ ഒരു ഒപ്പീനിയനിൽ, അവരുടെ റിസർച്ച് സ്റ്റഡീസുകളിൽ നിന്നും വന്നിട്ടുള്ള ഒരു ഐഡിയാസുകളാണ് ഇവിടെ ഈ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറി എന്ന് പറയുന്നതിൻ്റെ ഫോക്കസിങ്. അപ്പോൾ അവരുടെ ഒപ്പീനിയനിൽ സിറ്റുവേഷണൽ തിയറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 ഫാക്ടേഴ്സ് ആണ്. 2 ഫാക്ടേഴ്സിൻ്റെ ബേസിലാണ് സിറ്റുവേഷണൽ തിയറി ബേസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ദ ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് നമ്പർ 2 ദ മെച്യൂരിറ്റി ലെവൽ ഓഫ് ദി ഫോളോവേഴ്സ്. ദ മെച്യൂരിറ്റി ലെവൽ ഓഫ് ദി ഫോളോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു റൈറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആ ലീഡർഷിപ്പ് സ്റ്റൈൽ ഫോളോ ചെയ്യേണ്ടത് അവിടെയുള്ള ഫോളോവേഴ്സിൻ്റെ മെച്യൂരിറ്റി ലെവൽ കൊണ്ടാണ്. അപ്പോൾ സിറ്റുവേഷണൽ തിയറി പ്രകാരം നല്ലൊരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾ മാത്രമല്ല, ഫോളോവേഴ്സിൻ്റെ മെച്യൂരിറ്റി ലെവലിലെയും അസസ് ചെയ്തുകൊണ്ട് റീഡ് ചെയ്തുകൊണ്ട് അത് ആക്ട് ചെയ്യാൻ കഴിയുന്ന ലീഡറായിരിക്കണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 2 കോമ്പിനേഷൻ ഓഫ് ദി ഫാക്ടേഴ്സ്. നമ്പർ 1 ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് ദ മെച്യൂരിറ്റി ലെവൽ ഓഫ് ദി ഫോളോവർ. ഇതിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട് ഈ തിയറിയുടെ മറ്റൊരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദിസ് തിയറി ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് demand different styles of leadership and decision making. Leaders must act by judging the situation they are facing.
നമ്മൾ നേരത്തെ പറഞ്ഞ 2 പോയിന്റിൻ്റെ ബേസാണ് പറയുന്നത്. ദ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലീഡർ ആവുക എന്നുള്ളതല്ല. നമുക്ക് ഓരോ ലീഡർക്കും ഓരോ ടൈപ്പിലുള്ള സ്റ്റൈലുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ആ സ്റ്റൈൽ ഉണ്ടായത് കൊണ്ട് മാത്രം നമുക്ക് ആ ഫോളോവേഴ്സുമായിട്ട് ലീഡ് ചെയ്യാനോ നല്ലൊരു ഡിസിഷൻ മേക്കിങ്ങിനോ എത്താനായിട്ട് പറ്റില്ല. അതിന് പകരം അവിടെ എന്തുണ്ടായിരിക്കണം? സിറ്റുവേഷനെ മനസ്സിലാക്കി അസസ് ചെയ്തുകൊണ്ട് റീഡ് ചെയ്തുകൊണ്ട് അവരുടെ നമ്മുടെ ഫോളോവേഴ്സിൻ്റെ എബിലിറ്റി എങ്ങനെയാണോ അവരുടെ ആ എബിലിറ്റിക്ക് അനുസരിച്ച് കൊണ്ട് ആ ടാസ്ക് എത്രമാത്രം പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് കഴിയും അത് മനസ്സിലാക്കിക്കൊണ്ട് ഫോളോവേഴ്സിനെ ലീഡ് ചെയ്യുന്നതാണ് നല്ലൊരു ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മെച്യൂരിറ്റി ലെവൽ ഓഫ് ദി ഫോളോവേഴ്സ് നമുക്ക് മനസ്സിലാകണം. ഏത് ലീഡർഷിപ്പ് സ്റ്റൈൽ അതിനനുസരിച്ച് കൊണ്ട് ചൂസ് ചെയ്യാമെന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത്, അപ്പോൾ അതിൽ ഹാസി ബ്ലങ്കാർഡ് മോഡലിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റൈലാണ് പറയുന്നത്. ഹാസി ബ്ലങ്കാർഡ് മോഡൽ ഓർ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ വാസ് ഡെവലപ്ഡ് ബൈ പോൾ ഹാസി ആൻഡ് ലീഡർഷിപ്പ് എക്സ്പെർട്ട് കെൻ ബ്ലങ്കാർഡ്, ദി ഓതർ ഓഫ് ദി 1 Minute Manager. Okay, this model is not static leadership style. Instead, it is flexible, wherein the manager adapts their management style to various factors in the workplace, including their relationship with the employees. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റൈലാണ് പറയുന്നത്. ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേ ഫേമിൽ ഓരോ സ്റ്റൈൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സിറ്റുവേഷൻസുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ, അവിടെയുള്ള എംപ്ലോയീസ് എങ്ങനെയാണ്, സബോർഡിനേറ്റ്സിൻ്റെ എബിലിറ്റി എങ്ങനെയാണ്, സ്കിൽ എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നല്ലൊരു ലീഡർ അല്ലെങ്കിൽ നല്ലൊരു മാനേജർ അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റേറ്റീവായിട്ടുള്ള അതോറിറ്ററി പവറുള്ള വ്യക്തി എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഒരു അഡാപ്റ്റേഷന് വിധേയമാകുന്ന വ്യക്തിയായിരിക്കണം. സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ആ ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് കഴിയുന്ന വ്യക്തിയായിരിക്കണം ലീഡർ. അല്ലെങ്കിൽ ആ എംപ്ലോയീസുമായി നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം ലീഡർ എന്ന് പറയുന്നത്. That means the manager who live by the model must choose the leadership style as it relates to the maturity of the followers. അതായത് അവരുടെ മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഫോളോവേഴ്സിൻ്റെ എബിലിറ്റി എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ലീഡർ ആക്ട് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഫോളോവേഴ്സ് മെച്യൂരിറ്റി ഈസ് ഹൈ, ദ മോഡൽ സജസ്റ്റ് ദ ലീഡർ പ്രൊവൈഡ് മിനിമൽ ഗൈഡൻസ്. നല്ല കോൺഫിഡൻസ് ഉള്ള, നല്ല സ്കിൽഡ് ആയിട്ടുള്ള, ഏബിളായിട്ടുള്ള ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലീഡറുടെ ജോലി വളരെ കുറവായിരിക്കും. മിനിമൽ ഗൈഡൻസ് മാത്രം കൊടുത്താൽ മതി. കാരണം അവർക്ക് ആ ടാസ്ക് പെർഫോം ചെയ്യാനുള്ള നല്ല എബിലിറ്റി ഉണ്ട്, നല്ല മെച്യൂർഡായിട്ടുള്ള ഫോളോവേഴ്സാണ്. അതേസമയം ഫോളോവേഴ്സ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി ലെവൽ കുറവാണ് എന്നുണ്ടെങ്കിൽ മാനേജേഴ്സ് എപ്പോഴും അല്ലെങ്കിൽ ലീഡേഴ്സ് എപ്പോഴും അവരെ സൂപ്പർവിഷൻ വിധേയമാകണം, ഡയറക്റ്റിംഗ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ക്ലോസ് റിലേഷൻ അവരുമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, വർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവരോട് ചെയ്യേണ്ട വർക്കിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു ടാസ്കിൻ്റെ സ്ട്രക്ചറിനൊക്കെ ഡിഫൈൻ ചെയ്തുകൊണ്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഐഡിയ അവർക്ക് നൽകിയിരിക്കണം. ടാസ്കിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മെച്യൂരിറ്റി ലെവലിൻ്റെ ബേസിലാണ് ബ്ലങ്കാർഡ് മോഡലിൽ നല്ലൊരു ലീഡർ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ആ സിറ്റുവേഷണൽ ബേസിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഹൈ മെച്യൂരിറ്റി ഉള്ള ലീഡേഴ്സാണോ ലോ മെച്യൂരിറ്റി ഉള്ള ലീഡേഴ്സാണോ എന്നുള്ളത് ഡിസൈഡ് മനസ്സിലാക്കിയിട്ട് വേണം, റീഡിങ് ചെയ്തിട്ട് വേണം അവരോട് എന്ത് ചെയ്യാൻ, ഇൻവോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാൻ. ഓക്കെ, അനദർ വൺ പറയുന്നത് ഹാസി ബ്ലങ്കാർഡ് മോഡലിൽ 4 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളാണ് ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഹാസി ബ്ലങ്കാർഡ് മോഡൽ ആൻഡ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. അതിൽ പറയുന്നത് ഹാസി ബ്ലങ്കാർഡ് ഡെവലപ്ഡ് 4 types of leadership style based on the task and relationship that leaders experience in the workplace. ഈ 4 മോഡൽസുകളും എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാസ്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, റിലേഷൻഷിപ്പിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹ്യൂമൻ റിലേഷനും ഒരേ സമയം ടാസ്കിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ഈ 4 ലീഡർഷിപ്പ് സ്റ്റൈലുകളും എന്ത് ചെയ്തിട്ടുള്ളത്, അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളാണ് അക്കോർഡിംഗ് ടു ദി മോഡൽ ദ ഫോളോയിങ് ആർ ദി സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് മാനേജേഴ്സ് ക്യാൻ യൂസ്. Number 1, delegating style.
Number 2, participating style. Number 3, selling style. And number 4, telling style അല്ലെങ്കിൽ delegating style. ഇതിലാണ് നമുക്ക് 4 എണ്ണം പറയാനുള്ളത്. ഡെലിഗേറ്റിംഗ്, പാർട്ടിസിപ്പേറ്റിംഗ്, സെല്ലിംഗ് സ്റ്റൈൽ ആൻഡ് ടെല്ലിംഗ് സ്റ്റൈൽ. ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഡെലിഗേറ്റിംഗ് സ്റ്റൈലാണ്. എന്താ ഡെലിഗേറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ പറയുന്നത് എ ലോ ടാസ്ക്, ലോ റിലേഷൻഷിപ്പ് സ്റ്റൈൽ വേർ ഇൻ leader allows the group to take responsibility for task decision. This is the best used with high maturity followers. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബ്ലങ്കാർഡ് മോഡലിൽ മെച്യൂരിറ്റി ലെവൽ ഓഫ് ദി ഫോളോവേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 4 ലീഡർഷിപ്പ് സ്റ്റൈൽ പറഞ്ഞപ്പോഴും ആ ലീഡർഷിപ്പ് സ്റ്റൈലിലൊക്കെ ടാസ്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടാസ്ക് ലോ ആയിട്ടുള്ളതും റിലേഷൻഷിപ്പ് ലോ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഡെലിഗേറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നല്ല മെച്യൂരിറ്റി ഉള്ള ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റൈൽ അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, ലീഡേഴ്സിന് അവിടെയുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ എല്ലാ ടാസ്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുക്കാം. കാരണം അവരത് ഏറ്റെടുക്കും, നന്നായി ചെയ്യും. അവർക്ക് തന്നെ ഓരോ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഒരു ഡെലിഗേറ്റിംഗ് സ്റ്റൈലായിരിക്കണം. അപ്പം മെച്യൂരിറ്റി ഹൈ ആയിട്ടുള്ള ഫോളോവേഴ്സിന് ഇടയിലാണ് ഈ ഡെലിഗേറ്റിംഗ് സ്റ്റൈല് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്പർ 2, പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റൈലാണ്. പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ടാസ്കും ഹൈ റിലേഷൻഷിപ്പ് സ്റ്റൈലും ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മെച്യൂരിറ്റി ഉള്ള ആളുകളല്ല, എന്നാൽ തീരെ മെച്യൂരിറ്റി ഇല്ലാത്തവരല്ല, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഫോളോവേഴ്സ്. ഹൈ മെച്യൂരിറ്റി അല്ല, എന്നാൽ ലോ മെച്യൂരിറ്റി അല്ല, അതിനിടയിൽ വരുന്ന ഒരു ഇടനിലത്തിൽ വരുന്ന ഫോളോവേഴ്സ്, മോഡറേറ്റ് ആയിട്ടുള്ള സബോർഡിനേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ലോ ടാസ്ക്കാണ്, പക്ഷെ അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പുള്ള ഒരു ആണെന്നുണ്ടെങ്കിൽ അവരോട് ചെയ്യേണ്ട ജോലികൾ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ഐഡിയാസുകളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ ആ ഡിസിഷൻസുകളൊക്കെ എടുത്തോളും, നന്നായി ആ വർക്ക് അവർ നല്ല കോൺഫിഡൻസോടു കൂടെ ചെയ്തോളും. അവർക്കപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ലീഡറിനെ കുറിച്ച് നല്ലൊരു ഇംപ്രഷനായിരിക്കും, നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും ഉണ്ടാവുക. അഥവാ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അത് റെക്ടിഫൈ ചെയ്ത് കൊടുത്ത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. അതാണ് ഹൈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് പാർട്ടിസിപ്പേറ്റിംഗ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ലോ ടാസ്ക്കാണ്, പക്ഷെ ഹൈ റിലേഷൻഷിപ്പാണ്. ഈ ഫോളോവേഴ്സിനോട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നന്നായി അത് പെർഫോം ചെയ്യും. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റൈൽ അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് നമ്മൾ സിറ്റുവേഷൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഫോളോവേഴ്സിനെ കുറിച്ച് റീഡ് ചെയ്യണം. റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ളത്. അതിനനുസരിച്ച് കൊണ്ട് അവരായിട്ട് എന്ത് ചെയ്യാം, അവരുടെ വർക്കിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. തേർഡ് വൺ പറയുന്നത് സെല്ലിംഗ് സ്റ്റൈലാണ്. സെല്ലിംഗ് സ്റ്റൈല് ഹൈ ടാസ്ക് ആണ്, ഹൈ റിലേഷൻഷിപ്പാണ്. in which the leader attempts to sell their ideas to the group by explaining the task and direction in a persuasive manner. This method is very useful in the moderate followers. That is, unlike the previous style, these followers has the ability but they are unwilling to do the job. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടാസ്ക്കാണ്. ഹൈ ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഫോളോവേഴ്സ് മോഡറേറ്റ് മെച്യൂരിറ്റി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്ക് ജോലി ചെയ്യാൻ കുറച്ച് മടിയുള്ള ആളുകളാണ്. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും കുറച്ച് മടിയന്മാരായിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അവരെ പേഴ്സേർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് പറയുന്ന ഒരു ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ പറഞ്ഞു കൊടുക്കണം, എപ്പോഴും ഡയറക്ഷൻ ഉണ്ടായിരിക്കണം, എപ്പോഴും ഒരു കൺട്രോളിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ വർക്ക് കംപ്ലീറ്റ് ആക്കുള്ളൂ.
അതാണ് സെല്ലിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഹൈ ടാസ്ക് ആണ്, ഹൈ റിലേഷൻഷിപ്പ് സ്റ്റൈലുമാണ്. ഹൈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ അവർ മോഡറേറ്റ്ലി മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് ടാസ്ക് ഹൈ ആയിട്ടുള്ളതായിരിക്കും. അതേസമയം നല്ല റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുകയും ചെയ്യും, അവർ ചെയ്യുകയും ചെയ്യും. പക്ഷെ അവർക്കിടയിൽ എന്തുണ്ട്, ചിലർ അൺവില്ലിങ് ആണ്, ചെയ്യാനുള്ള ജോലിയെക്കുറിച്ച് കഴിവുണ്ടെങ്കിലും അവർ കുറച്ചും കൂടെ ഒരു ഹെസിറ്റേഷൻ ഉള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരവിടെ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയാണ് വരുന്നത്. ദാറ്റ് ഈസ് ദ സെല്ലിംഗ് സ്റ്റൈല്. നെക്സ്റ്റ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെല്ലിംഗ് സ്റ്റൈലാണ്. ടെല്ലിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഹൈ ടാസ്ക് ആണ്, ലോ റിലേഷൻഷിപ്പ് സ്റ്റൈലാണ്. ഇവിടെ എങ്ങനെ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ദ ലീഡേഴ്സ് ഗിവ് എക്സ്പ്ലിസിറ്റ് ഡയറക്ഷൻ ആൻഡ് സൂപ്പർവൈസസ് വർക്ക് ക്ലോസ്ലി. അവരോട് നല്ല റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ എന്ത് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ അവരെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. കാരണം അവർ മെച്യൂരിറ്റി കുറവുള്ള ആളുകളാണ്. ഇത്തരത്തിലുള്ള ഫോളോവേഴ്സ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു സ്റ്റൈൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. കാരണം നല്ല എബിലിറ്റി ഇല്ല, ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഫോളോവേഴ്സ് സബോർഡിനേറ്റ്സ് അല്ലാതെ വരുമ്പോൾ ഹൈ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ കഴിവ് കുറഞ്ഞ ജോലിക്കാരാണ്. അപ്പോൾ ഇവിടുത്തെ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണം, വർക്ക് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് എപ്പോഴും സൂപ്പർവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. വളരെ ക്ലോസ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുകയും ഡയറക്ഷൻ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ വർക്ക് കംപ്ലീറ്റ് ആകുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ക്ലോസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് മാക്സിമം ലീഡർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിന് വളരെ ലോ ആയിരിക്കും, റിലേഷൻഷിപ്പ് കുറവായിരിക്കും, ടാസ്ക് ഓറിയൻറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഹൈ ടാസ്ക് ആണ്, ഇവിടെ ലോ റിലേഷൻഷിപ്പാണ്. മെച്യൂരിറ്റി കുറവുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റൈല് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഹാൾസി ബ്ലങ്കാർഡ് മോഡലിൽ പറയാനുള്ളത്. സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ എബിലിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നത്. ആ എബിലിറ്റീനെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ആ സിറ്റുവേഷനെ അനലൈസ് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്യുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് നമ്മളിവിടെ പറഞ്ഞ ഹാൾസി ബ്ലങ്കാർഡ് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലീഡർഷിപ്പ് സ്റ്റൈലിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതേസമയം തന്നെ ഹ്യൂമൻ റിലേഷനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹ്യൂമൻ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെച്യൂരിറ്റി ലെവൽ നോക്കിക്കൊണ്ടാണെന്ന് മാത്രം. മെച്യൂരിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ ഹൈ മെച്യൂരിറ്റി ഉള്ള ഫോളോവേഴ്സാണോ ലോ മെച്യൂരിറ്റി ഉള്ള ഫോളോവേഴ്സാണോ, ഇതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഹൈ ആണോ ലോ ആണോ എന്നുള്ളത് വെച്ചുകൊണ്ട് 4 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ ഫോളോ ചെയ്യാം. ഡെലിഗേറ്റിംഗ് സ്റ്റൈൽ, പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റൈൽ ആൻഡ് സെല്ലിംഗ് സ്റ്റൈൽ, ലാസ്റ്റ് വൺ ടെല്ലിംഗ് സ്റ്റൈൽ. നമുക്ക് ഇതിൽ പറയാനുള്ള മൂന്നാമത്തെ ഒരു മോഡലാണ് ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ എന്ന് പറയുന്ന മോഡൽ. ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡലും ഇവിടെയും നമുക്ക് ഒരു കോണ്ടിജൻസി തിയറി തന്നെയാണ് അപ്ലൈ ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഒരു ലീഡർക്ക് നന്നായി ആക്ട് ചെയ്യാനായിട്ട് പറ്റുക, അതാണ് ഇവിടെ പറയുന്ന ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ. അപ്പോൾ വിക്ടർ റൂം ആൻഡ് ഫിലിപ്പ് എൽട്ടൺ എന്ന് പറയുന്ന 2 വ്യക്തികളാണ് ഈ പാർട്ടിസിപ്പേഷൻ മോഡൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ബാക്ക് ഇൻ 1973 വിക്ടർ റൂം ആൻഡ് ഫിലിപ്പ് എൽട്ടൺ ഡെവലപ്ഡ് a leader participation model that related leadership behavior and participation to decision making in the organization. അതായത് ലീഡർഷിപ്പിൻ്റെ ബിഹേവിയറും ഡിസിഷൻ മേക്കിങ്ങിൽ അവരുടെ പാർട്ടിസിപ്പേഷനും ഇത് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ലീഡർഷിപ്പ് മോഡൽ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. This is the normal model as it provides the sequential set of norms that the leader followed in determining the form and the amount of participation in decision making as determined by the different
ലീഡേഴ്സ്. അതായത് ഓരോ ടാസ്ക് ചെയ്യുന്നതിനും ആ ടാസ്കിന് ആവശ്യമായിട്ടുള്ള നോംസുകൾ, റൂൾസുകൾ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസുകൾ ഇതൊക്കെ ആര് കൊടുക്കേണ്ടതായിട്ട് വരും? ലീഡർ നൽകേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ അവർ നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ അവരുടെ പാർട്ടിസിപ്പേഷനും ഉണ്ടാക്കണം. അതേസമയം തന്നെ സെറ്റ് ഓഫ് റൂൾസുകളും റെഗുലേഷൻസുകളും ലീഡർ മേക്ക് ചെയ്യുകയും ചെയ്യണം. അതാണ് ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ ഈസ് ദ ലീഡർഷിപ്പ് തിയറി ദാറ്റ് പ്രൊവൈഡ്സ് എ സെറ്റ് ഓഫ് റൂൾസ് to determine the form and amount of participative decision making in different situations of the organization. ഓരോ ഓർഗനൈസേഷനിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസുകളാണ്. അപ്പം അത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസുകളിൽ ഓരോ ലീഡേഴ്സും എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്? അപ്പോൾ റിയാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഫോളോവേഴ്സുമായിട്ട് നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കാം, നല്ലൊരു ഡിസിഷൻ മേക്കിങ്ങിൽ അവർ ഉൾപ്പെടുത്താം. പക്ഷേ എന്ത് ചെയ്യണം? ലീഡർ തന്നെ നല്ല റൂൾസുകളും അല്ലെങ്കിൽ ഗൈഡ് ലൈൻസുകളും അത് ഡിസൈഡ് ചെയ്യണം. അതിനനുസരിച്ച് കൊണ്ട് തന്നെ ആയിരിക്കണം അതിൻ്റെ ലീഡറുടെ പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ നമ്മുടെ സബോർഡിനേറ്റ്സിൻ്റെ പാർട്ടിസിപ്പേഷനും എന്ന് പറയുന്നത്. അപ്പോൾ മോഡേൺ വേർഷൻ ഓഫ് ദി പാർട്ടിസിപ്പേഷൻ മോഡൽ ഈസ് ടേംഡ് ആസ് ടൈം ഡ്രൈവൻ മോഡൽ. അതായത് ഈ പറഞ്ഞ ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡലിലെ മോഡേൺ ടേമിനെ ടൈം ഡ്രൈവൻ മോഡൽ എന്നാ പറയുക. ടൈം ഡ്രൈവൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫേമിൽ ഇപ്പം എന്താണോ ചെയ്യാനുള്ളത് അതിനനുസരിച്ച് കൊണ്ട് ആ ഷോർട്ട് ടൈമിൽ തന്നെ ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസിഷൻ എടുക്കാം. പക്ഷേ ആ ലീഡറാണ് അതിന് ആക്ട് ചെയ്യേണ്ടത്. മിനിമം കോസ്റ്റിൽ നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻസുകളൊക്കെ എടുക്കാനായിട്ട് ടൈം ഡ്രൈവൻ മോഡൽസുകളാണ് ലീഡേഴ്സ് ഫോളോ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചാണ് നമുക്ക് ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡലിൽ പറയാനുള്ളത്. ലീഡർഷിപ്പിൻ്റെ ബിഹേവിയർ, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ടു ഡിസിഷൻ മേക്കിംഗ്, അവർക്ക് ഓരോ ഡിസിഷൻസുകൾ എടുക്കാനുള്ള ഏരിയാസുകളിലും അവർക്ക് എത്രമാത്രം പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതേസമയം ഇവിടെ ആർക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? നമ്മുടെ സബോർഡിനേറ്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റൂൾസുകളും പോളിസീസുകളൊക്കെ ആരാണ് ഡിസൈൻ ചെയ്യുന്നത്? ലീഡറായിരിക്കും എന്നുള്ളത് മാത്രം. അപ്പം അങ്ങനെയുള്ളൊരു ലീഡർഷിപ്പ് പാർട്ടിസിപ്പേഷൻ മോഡലാണ് 1973 വിക്ടർ റൂംസ് ആൻഡ് ഫിലിപ്പ് എൽട്ടൺ എന്ന് പറയുന്ന റിസർച്ചേഴ്സ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ മോഡേൺ ആയിട്ട് വന്നിട്ടുള്ള പാർട്ടിസിപ്പേഷൻ മോഡലാണ് നമ്മൾ പറഞ്ഞ ടൈം ഡ്രൈവൺ മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈം ഡ്രൈവൺ ഇപ്പോൾ ഓരോ ഫേമുകളും ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം, ലീഡർക്ക് എടുക്കാം. പക്ഷേ അവിടെ എടുക്കുന്ന ഓരോ ഡിസിഷൻസുകളും എങ്ങനെ ആയിരിക്കണം? ഫേമിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മിനിമം കോസ്റ്റിൽ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ ഡിസിഷൻസുകളായിരിക്കണം. അതാണ് ഇവിടെ ടൈം ഡ്രൈവൻ മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാണ്. അടുത്തൊരു മോഡൽ കൂടെ ഉണ്ട് നമുക്ക്, പാത്ത് തിയറി എന്ന് പറയുന്ന പാത്ത് ഗോൾ തിയറി ഓഫ് ദ ലീഡർഷിപ്പ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോണ്ടിജൻസി തിയറിയിലെ ഫിഡ്ലർ മോഡൽ തിയറി ഓഫ് ലീഡർഷിപ്പും സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറിയും ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡലുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.